ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നെയ്യപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. പാനിയാക്കിയിട്ട് അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. കുറച്ച് തരി ഉണ്ടാവും, ഒരുപാട് അങ്ങ് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയോടുകൂടി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് മൈദയും അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ചെറിയൊരു നനവോടുകൂടിയല്ലേ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കട്ടകളുണ്ടാവും, അരിയുടെ ഒരു അരിപ്പൊടിയുടെ കട്ടകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഉടച്ചെടുത്ത് ഈ മൈദയും കൂടി ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി തണുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കരടുകളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് തണുത്ത് പോകണ്ട, ഒരു ചെറിയ ചൂടോടെ തന്നെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അടുപ്പിൽ നിന്നെടുത്ത അതേ ഒരു തിളച്ച ചൂടോടെ ചേർക്കരുതെന്നേ ഉള്ളൂ, ഒരു ചെറിയ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാനി കൂടുതലായിട്ടില്ലെങ്കിൽ ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് ശർക്കരപ്പാനി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 350 ഗ്രാം ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഫോർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ്, കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇതിനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വന്നോളും. അപ്പോൾ ഒരു ദോശമാവിൻ്റെ ആ ഒരു പാകത്തിൽ അതിലും കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് നെയ്യപ്പത്തിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുന്നത് ഒഴിവാക്കരുത്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് വേണം ഇത് നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നെയ്യപ്പം ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു 6 മണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് 8 മണിക്കൂറായിട്ടാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. മാവ് നമ്മൾ നേരത്തെ വെച്ചതിലും കാട്ടിലും കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഏലക്കാപ്പൊടിയും ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്.
പിന്നെ ആവശ്യത്തിന് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ആ മാവൊന്ന് മുകളിലേക്കൊന്ന് പൊങ്ങി വരണം. പൊങ്ങി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണം. ലോയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വേകാതിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തനിയെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലൊരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇത് പൊങ്ങി വന്ന് ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. നല്ലൊരു ഷേപ്പിലാണുള്ളത്. 2 സൈഡും കുക്കായി കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. എന്നിട്ട് അടുത്ത തവി മാവ് കോരി ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ എണ്ണ ചൂടാകാതിരുന്ന് കഴിഞ്ഞാൽ, കുറച്ച് ചൂടിലിരുന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങി വരാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പൊങ്ങി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെച്ചാൽ മതി. പൊങ്ങി വന്നിട്ട് ഉടനെ തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പില്ലാതെ വരും. അതുകൊണ്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഹൈയിലേക്കോ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു തവി മാവ് കൂടെ ഒഴിച്ച് കൊടുത്ത് ആ മാവ് പൊങ്ങി വന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാ നെയ്യപ്പവും റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഒരു 6 മണിക്കൂർ എന്നുള്ളത് ഒരു 8 മണിക്കൂർ കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ നെയ്യപ്പം കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരിക്കണം, തണുത്ത പ്രദേശമാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിട്ട് വേണം നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വളരെ ഈസിയാണ്. പെർഫെക്റ്റായിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്